എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ നിന്നും വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ കാര്യം 2019 ജൂൺ 20-നാണ് ഞാനിവിടെ വന്നത്. 2019 മെയ് 29-ന് 26 വർഷം ഒരു പൊതുമേഖല സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നതാണ്. 26 വർഷം ചെയ്തിരുന്ന ജോലി എൻ്റെ നഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ അടുത്ത് ഇതിനെപ്പറ്റി പറയുകയും ഞാൻ ബസ്സിൽ വെച്ച് നമ്മുടെ കൃപാസന പത്രം കാണുകയും വായിക്കുകയും ഞാൻ വായിച്ചു കഴിയുമ്പോൾ ഞാൻ ആരെങ്കിലും അത് വായിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വരാൻ തോന്നിയിട്ടില്ല, വന്നിട്ടില്ല. അങ്ങനെയാണ് 2019 മെയ് 29 എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ മൂലം ഞാനിവിടെ എത്തിയത്. ജൂൺ 20-ന് വീണ്ടും ഞാൻ 2019 മെയ്യിൽ ജോലി പോയപ്പോൾ ജൂൺ 20-ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. 2019 ജൂണിൽ ഉടമ്പടി എടുത്ത് 2019 ആ മാസം തന്നെ ജൂലൈ 20-ന് വീണ്ടും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് 100 പത്രമൊക്കെ വാങ്ങിപ്പോയി. ആഗസ്റ്റ് 20-ന് വീണ്ടും ഞാൻ ഈ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ഒറ്റയ്ക്കാണ് വന്നത്. എനിക്ക് പരിചയക്കാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നു. അങ്ങനെ വന്ന് ആഗസ്റ്റ് 20-ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെല്ലും മുമ്പേ ഞാൻ കേന്ദ്ര പൊതുമേഖല സ്ഥാപനത്തിൽ ഡെയിലി വേജസിനാണ് ജോലി ചെയ്യുന്നത്. സ്ഥിരം ജോലിയല്ല, എന്നാലും സ്ഥിരം ജോലിയുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പത്രമെല്ലാം വാങ്ങി ബസ്സിൽ പോയി. എൻ്റെ നാട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഫോൺ വന്ന് ഞാൻ നഷ്ടപ്പെട്ട ജോലിയിലേക്ക് നല്ലത് ഞാൻ ഗാർഡനിലായിരുന്നു അവിടെ വർക്ക് ചെയ്ത. വെയിലും മഴയൊക്കെ കൊള്ളണമായിരുന്നു. അതിലും നല്ല ജോലി വെയിലും മഴയും കൊള്ളാതെ ശമ്പള വർധനയോടുകൂടി എനിക്ക് ജോലി മാതാവ് എനിക്ക് പരിശുദ്ധ മാതാവും തിരുക്കുമാരനും എനിക്ക് നൽകി. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും 12 വർഷം തളർന്ന് കിടക്കുകയാണ്. ഞങ്ങൾ 7 മക്കളായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ മക്കളും വന്നു പോകുന്നൊരു സ്ഥിതിയാണ്. കല്യാണത്തിന് വന്നു പോണ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലി 5 നഷ്ടപ്പെട്ട് നന്നായി. 5 മാസമൊക്കെ ജോലിക്ക് പോയില്ല. എൻ്റെ അമ്മയെ നോക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അച്ഛൻ മരിച്ചു, പിന്നെ അമ്മയായി. 12 വർഷം രണ്ടുപേരും തളർന്ന് ഒരേ മുറി കിടന്നു. ഞങ്ങൾ 7 മക്കൾ, 6 പെണ്ണും 1 ആണാണ്. ആങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്ത് അവൻ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ എൻ്റെ വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ചു. ഞാൻ എൻ്റെ അമ്മയും അച്ഛനെ നോക്കാൻ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും ഒരു വണ്ടി ആക്സിഡൻറ്റിൽ പോയി. അപ്പോൾ അവിടുത്തെ 3 മക്കളെ എനിക്ക് ഏൽക്കേണ്ടി വന്നു. അപ്പോൾ 3 മക്കളെ അച്ഛനും അമ്മേനെ നോക്കേണ്ട കടമ എൻ്റെ പേരിൽ വന്നു. ഒരു സഹോദരനോട് നിരത്ത് വെക്കാതെ വളർത്തിക്കൊണ്ട് വന്നതാണ്. അവന് സ്വന്തമായൊരു ജീവിതം കണ്ടെത്തി അവൻ പോയി. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ നോക്കണമല്ലോ. ഞാൻ നോക്കുകയാണ്. എനിക്ക് സ്ഥിരം പണിയുണ്ട്, ഗവൺമെൻറ് ജോലിയൊന്നും അല്ല എന്നാലും എനിക്ക് ദിവസം വർക്കുണ്ട്. അങ്ങനെ 100 രൂപ പോയിൻ്റ്, ഒരു ദിവസം 100 രൂപ വേണം ഞാൻ ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ. 7 മണിക്ക് പോയ 7 മണിക്കാണ് വീട്ടിൽ വന്നെ. തളർന്ന് കിടക്കുന്ന അമ്മയും അച്ഛനും നോക്കാൻ ഈ സഹോദരൻ്റെ വൈഫ് തയ്യാറായില്ല. ഞാൻ ഫോൺ ചെയ്യും അയൽവക്കക്കാരോട്, വാതിൽ തുറന്ന് ഇട്ടിട്ട് പോരും. എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണേ, എൻ്റെ അമ്മയ്ക്ക് ചായ കൊടുക്കണേ, എൻ്റെ അമ്മയെ ഒന്ന് എത്തി നോക്കണേ എന്ന് വിളിച്ച് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർത്തും വയ്യാതെ പോയപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന് എനിക്ക് പോകാൻ പറ്റാതെ വന്നു. ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞ് ഓരോ ദിവസം നിങ്ങൾ വന്ന് അമ്മയെ നോക്കണമെന്ന് പറഞ്ഞു. അവർ വന്നില്ല. എല്ലാവരും കല്യാണത്തിന് പോണ പോലെ ഞായറാഴ്ച മാത്രം വന്നു പോകുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടായി. അപ്പോൾ ഞാൻ ആരോടും പിന്നെ പറഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്ന് അമ്മയെ അച്ഛയെ നോക്കി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട്. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞു. എൻ്റെ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയത്. അമ്മ പറഞ്ഞു എല്ലാ മക്കളെയും വിളിച്ചു, പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് അമ്മയുടെ മക്കളെ. എന്തിനാണ് വിളിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ അയൽവക്കക്കാരോട് അമ്മ പറഞ്ഞിട്ടുണ്ടായി എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അമ്മ അവസാനം മരിക്കാൻ നേരത്ത് ഞാൻ മാത്രമേ എത്തുന്നുണ്ടായുള്ളൂ. ഓടേ തമ്പുരാൻ നോക്കൂന്ന് എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് അച്ചിട്ടതാണ്. എന്നെ ഓടേ തമ്പുരാനാണ് നോക്കണം. ഇവിടെ ഈ സന്നിധാനത്തിൽ എനിക്ക് എത്താൻ ഈ പരിശുദ്ധ അമ്മയുടെ ഓടേ തമ്പുരാൻ്റെ അടുത്ത് ഞാൻ എത്തപ്പെട്ടു. അപ്പോൾ എനിക്ക് ജോലി കിട്ടി. പിന്നെ ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി. കൊറോണ മൂലം വരാൻ പറ്റിയില്ല. അമ്മയുടെ തളർച്ച മൂലം എനിക്ക് അവിടെ നിന്ന് ഇട്ടിട്ട് പോരാൻ പറ്റിയില്ല. എല്ലാം കൊണ്ടും ഞാൻ പരിശുദ്ധ അമ്മയോട് മാതാവും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു, നന്ദി പറയാൻ വൈകിയതിൽ. പിന്നെ എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം ഈ ഒക്ടോബർ 28-ാം തീയതി ആക്കണ്ട ജപമാല പോകണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. ആരുമില്ല, ഒറ്റയ്ക്ക്, കൂട്ടില്ല, ആരുമില്ല. വീട് പൂട്ടി ഞാൻ ഇറങ്ങണം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരുമില്ലല്ലോ, ഞാൻ മാത്രമാണ്. അപ്പോൾ വീട് പൂട്ടി 7 മക്കളും അച്ഛനും താമസിക്കില്ല, തനിച്ചാണ്. വീട് പൂട്ടി എനിക്ക് അമ്മേൻ്റെ കൂടെ എനിക്ക് ആക്കണ്ട ജപമാല പങ്കെടുക്കാൻ പോകാമെന്ന് ഒറ്റ ധൈര്യത്തിന് ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ പോന്നപ്പോൾ എറണാകുളത്ത് നിന്ന് ഞാൻ വന്നത്
അപ്പോൾ ഞാൻ ബസ്സുകാരോട് എന്ന് ജോലിക്ക് പോകണം ബസ്സുകാരോട് ചോദിച്ചു നമ്മുടെ ലാസ്റ്റ് ബസ് എപ്പോഴാണെന്ന് ചോദിച്ചു. എറണാകുളത്ത് നിന്ന് എനിക്ക് 50 രൂപ പോയിൻ്റ് ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ പറഞ്ഞു 7:30 കഴിഞ്ഞാൽ വണ്ടിയിലാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ സാരൊരു അമ്മയുടെ കൂടെയാണല്ലോ ഞാൻ പോകുന്നത്. ഞാനിവിടെ വന്ന് ഇങ്ങോട്ട് കയറിയില്ലല്ലോ, അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ പോയി 9:02 ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. 2:02 ഞാൻ അർത്തികൽ പള്ളിയിലെത്തി. 3 മണി വരെ ഞാൻ അവിടെ കഴിച്ചു കൂട്ടിയ. പിന്നെ ഞാൻ ഓർത്തു അമ്മേ, ഞാൻ ആ മണലിൽ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് വണ്ടി കിട്ടണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തനിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് റോട്ടിലേക്ക് ഇറങ്ങി. അർത്തിങ്കൽ പള്ളിയിൽ ഞാൻ നേർച്ചയിട്ട് ഞാൻ ഇറങ്ങി. അവിടുത്തെ പ്രസംഗം പ്രാർത്ഥന എല്ലാം കേട്ട് 3 മണിക്ക് ഞാൻ പുറത്തിറങ്ങി റോട്ടിലിറങ്ങി. പോലീസുകാരോട് ചോദിച്ചു, സാറേ എനിക്ക് എറണാകുളം പോകേണ്ടതാണ്, എനിക്ക് വണ്ടി എവിടെ പോകാനാണ്, 7 മണി കഴിഞ്ഞാൽ തിരക്ക് തീരൂല, ഇത് കണ്ടില്ലേ ജനങ്ങൾ ഒഴുകി വന്ന കണ്ടില്ലേ, വഴി ബ്ലോക്കാന്ന് പറഞ്ഞു. എൻ്റെ നെഞ്ചൊന്ന് പെടഞ്ഞു. പിന്നെ ഞാൻ ഇല്ല, അമ്മ എന്നെ രക്ഷിച്ചോളൂന്ന് ഓർത്ത്. കുറേ വണ്ടികളിങ്ങനെ ജാമായി കിടക്കുകയാണ്. ഞാൻ അങ്ങനെ നടന്ന് ഒരു കാലി ഓട്ടോറിക്ഷയെങ്കിലും കിട്ടുമെങ്കിൽ ബസ്സുള്ള സ്ഥലത്തെങ്കിലും എത്തിക്കാൻ പറയാൻ പറ്റും എന്ന് വിചാരിച്ച് നടന്നപ്പോൾ ഒറ്റ വണ്ടികളും ആൾക്കാർ ജപമാല പങ്കെടുക്കാൻ വന്ന വണ്ടികൾ ജാമായി കിടക്കുകയാണ്. വലിയ വണ്ടികൾ തന്നെ, എയർ ബസ്, ട്രാൻസ്പോർട്ട് ബസ് എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് നടന്നപ്പോൾ ഒരു കാറ് കിടക്കണം. കാറിൽ 2 ചേച്ചിമാരും വേറെ ഡ്രൈവറോടുകൂടി മൊത്തം 4 പേരുണ്ടായി. ഞാൻ കാറിൻ്റെ ചില്ല ചെന്ന് മുട്ടി. എന്നെ ബസ് സ്റ്റോപ്പ് വരെ ബസ് വരുന്ന ജംഗ്ഷനിൽ എത്തിക്കാൻ പറ്റൂ സാറേ എന്ന് ചോദിച്ചു. അവർ ചില്ല് താത്തിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേഗം എനിക്കറിയില്ല, അമ്മയാണെന്ന് തോന്നുന്നു, പരിശുദ്ധ അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വന്നേച്ചും ഡ്രൈവറുടെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ഞാനും വരുന്നുണ്ട്. ഞങ്ങൾ ഈ വണ്ടിയിൽ എടാ നീയാണോ എന്ന് പേര് ചൊല്ലി വിളിച്ച് ഞങ്ങൾ 2 പേരും ആ കാറിൽ കയറുകയാണ്. ചേർത്തല ചെന്നപ്പോൾ ഞാൻ ഈ സുന്ദരിയാണെന്ന് പറഞ്ഞ മകള് അല്ലെങ്കിൽ അമ്മയാവും എന്നെ ചേർത്തലേന്ന് എറണാകുളത്ത് 6:05 എന്നെ 2 കാറ് തിരുക്കുമാരനും പരിശുദ്ധ അമ്മയും കൂടി എനിക്ക് 2 കാറ് തന്നാണ്. ഞാൻ അഖണ്ഡ ജപമാല പങ്കെടുത്തിട്ട് ഞാൻ വിഷമിച്ചിട്ട് എനിക്ക് വണ്ടിയില്ല, ഞാൻ തരിച്ചുകൊള്ളുമെന്ന് കരുതി എനിക്ക് അമ്മ 2 കാറാണ് എനിക്ക് വിട്ടതെന്ന്. അങ്ങനെ അതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറയും. പിന്നെ എൻ്റെ സഹോദരങ്ങൾ എന്നോട് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് ഒരുമിച്ച് ജീവിച്ച് ജനിച്ച് വളർന്ന് വീട്ടിൽ അവർ വരില്ല. അവർക്ക് ഇത്തിരി സ്ഥലമുണ്ട്, 30 സെൻറ്റ് സ്ഥലമുണ്ട്. അത് വിറ്റ് ഞാൻ കാശ് കൊടുക്കണം, നിങ്ങൾ വിറ്റെടുത്തോ എനിക്കൊന്നും തരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഞാൻ അതിന് നടുക്കൊരു കുഞ്ഞ് വീടുണ്ട്. എൻ്റെ ചുറ്റും മുഴുവനും കാടും മരമൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 വീട് അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരാരും വന്നില്ല. അടുത്ത വീട്ടിലൊരു ഓട്ടോറിക്ഷയുണ്ട്. ആ ഓട്ടോറിക്ഷ കൊച്ച് 12 മണി രാത്രിയൊക്കെ ഓട്ടം കഴിഞ്ഞ് വന്നെ. 8 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടക്കും പേടിച്ചിട്ട്. 12 മണിക്ക് ഓട്ടോറിക്ഷയുടെ ഒച്ച കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും, ഞാൻ ഉറങ്ങൂല. ഞാൻ ഇന്ന് വരെ കഴിച്ചു കൂട്ടുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേനെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കാലത്തും വൈകുന്നേരവും തിരികത്തിച്ച് പ്രാർത്ഥിക്കും. എല്ലാം ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കാശ് മാത്രം മതി. ഇപ്പോൾ ഞാൻ അവർക്കൊന്നും കൊടുക്കുന്നില്ല. ഞാൻ അതിനുപരി ഞാൻ ആരെ തളർന്ന് കിടക്കുന്നവരെ കണ്ട അവിടെ പോയി ഞാൻ കുഴമ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ മസാജ് ചെയ്യും, കൃപാസന പത്രം കൊടുക്കും, സാമ്പത്തികമായി സഹായിക്കും. ഒരു ഊണിന് കാശ് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ കൊടുക്കും. എൻ്റെ സഹോദരങ്ങൾ കൊടുക്കാതെ ഞാനിപ്പോൾ ആ രീതിയിൽ എൻ്റെ മാതാവ് പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തുന്നത്. അതേപോലെ തന്നെ എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹം തന്നിട്ട് ഇപ്പോൾ അവരെല്ലാവരും ഈ സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കാനും ഫോൺ ചെയ്യാനും വരാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതും എൻ്റെ മാതാവിൻ്റെയും യേശുദമ്പുരാൻ്റെയും എന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ഒരാൾക്ക് ജാമ്യം നിന്നതുപോലെ ഒരു വിഷയത്തിൽ ഒരാളെ കാട്ടിക്കൊടുത്തതേ ഉള്ളൂ. 1,35,000 രൂപ എൻ്റെ തലയിൽ വന്നു. ദൈവമേ ഞാൻ എന്ത് ചെയ്യുന്നു ഓർത്ത് ഞാൻ അവസാനം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തന്നെ കൂടിയ ചിട്ടി വിളിച്ച് അവളുടെ പൈസ ഞാൻ തന്നെ ഏറ്റുകൊടുക്കാൻ തീരുമാനിച്ചു. മറ്റേ ആൾ കൊടുക്കില്ലെന്ന് പറഞ്ഞ്. എനിക്ക് ഒരു രേഖയുമില്ല. ഞാൻ വേഗം ചിട്ടി വിളിക്കാൻ നടന്നിട്ട് എനിക്ക് കിട്ടണില്ല. അമ്മയുടെ നേർച്ച വസ്തുവായിട്ട് ചെന്നപ്പോൾ എല്ലാ മാസവും 20,000 മേലെ രൂപയ്ക്ക് പോകുന്ന ചിട്ടി എനിക്ക് വെറും 4,500 രൂപ ഇളവ് ചെയ്ത് എനിക്ക് ചിട്ടി കിട്ടി. ആ കടം എനിക്ക് വീട്ടാൻ പറ്റി. അത്രയും വലിയ കടം ഞാൻ വീട്ടി. അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനും അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ജനുവരി 17-ന് ഞാൻ
എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണമെന്ന് തോന്നുമ്പോൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ വന്ന് 100 രൂപയുടെ പത്രം മേടിച്ചത് കൃപാസന പത്രം മേടിച്ച് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് 4 മണിയാകുമ്പോൾ ഞാൻ പോകും. ഞാൻ രാവിലെ വരും, 4 മണിയാകുമ്പോൾ പോകും. എനിക്കിന്ന് ജോലിക്ക് പോകാൻ പറ്റില്ല, ഇന്ന് കൃപാസനത്തിൽ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോരും. അങ്ങനെ പോരാ യാത്രയായി ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. അപ്പോൾ എനിക്ക് 100 പത്രം മേടിക്കണം എന്ന് കണക്ക് കൂട്ടി ഞാൻ യാത്രയാവും. ഇപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്, എൻ്റെ മകനെ കൊണ്ടുപോകണം. ആ മകനാണെങ്കിൽ ഫുൾ വികലാംഗനാണ്, സംസാരിക്കാൻ പറ്റൂല, വണ്ടി കയറാൻ പറ്റൂല. ഞാൻ എങ്ങനെ കൊണ്ടുപോകും? എൻ്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. ശരി, ഞാൻ അവരോട് യേശു പറഞ്ഞു, അവൻ്റെ അമ്മയോട് യേശു പറഞ്ഞു. യേശു പറഞ്ഞു, എന്താണ് നിങ്ങളുടെ വിഷയമെന്ന് ചോദിച്ചു. പൂർവികരായിട്ട് കിടക്കുന്ന വസ്തുവിൽ പട്ടയമില്ല, അവർക്ക് അവരുടേതായ സ്ഥലം തിരിച്ചു കിട്ടണം. എനിക്കൊരു സമാധാനമില്ല മോളെ. എൻ്റെ മോൻ ആ വികലാംഗനായ കൊച്ചാണ് ആ കുടുംബനാഥൻ. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അവരുടെ വീട്ടിലുണ്ട്. ശരി, അവനെ വിടാൻ പറഞ്ഞു. ഞാൻ അവനെ കൊണ്ട് ഇവിടെ ഒരു കണക്കിന് ബസ്സിൽ തന്നെ കയറ്റി കൊണ്ടുവന്ന്, എനിക്ക് വണ്ടി കാറ് വിളിക്കാൻ കഴിവില്ല. വന്ന് അവന് സർവ്വ ചെലവും വണ്ടിക്കാശും എടുത്ത് ജനുവരി 17 കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടിയൊക്കെ ഇടിപ്പിച്ചു പോയി. ഇന്ന് 1 മാസം പോലും എത്തിയിട്ടില്ല. അവൻ്റെ വസ്തു അളന്ന് തിരിച്ച് അവൻ്റെ എല്ലാ വിഷയങ്ങളും തീർന്നെന്നും പറഞ്ഞു നല്ലൊരു സന്തോഷത്തോടുകൂടി ഞാൻ പോരുമ്പോൾ തന്നെ എനിക്ക് ഫോൺ വന്നു. ഞാൻ അതും കൂടി അവന് വേണ്ടി ഞാൻ നന്ദി പറയണം മാതാവിനോട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വയ്യാതെ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് അവരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ? ഒരു കട്ടിൽ നിറച്ച് നീര് ക്യാൻസറായിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ കൂബറെ വിളിച്ച് കൊണ്ടുപോകാൻ ചേച്ചി. ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകാം, കൃപാസൻ്റെ അച്ഛൻ ചേച്ചീനെ അമ്മയോട് പറഞ്ഞു, അമ്മ ചേച്ചീനെ രക്ഷിക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. മക്കളോടൊക്കെ പറഞ്ഞു, അവർ വിടണില്ല. അവസാനം ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് പോരാന്ന്. അവർ കട്ടിൽ നിറച്ച് കിടന്നവരെ ഞാൻ കുഴമ്പ് മേടിച്ചുകൊണ്ട് തിരുമ്മി മസാജ് ചെയ്ത് എന്നും പോയി 3 മാസം അടുപ്പിച്ച് മസാജ് ചെയ്ത് ഇപ്പോൾ അവർ എഴുന്നേറ്റ് നടന്ന് പള്ളിയിൽ പോവുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒഴിവാക്കിയെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണതിന് പേടിയില്ല, എനിക്ക് എവിടെ നടക്കണതിനും പേടിയില്ല. അമ്മ മാതാവ് എനിക്ക് നല്ല ധൈര്യം തന്നു, നല്ല സഹായം തന്നു. ഇത്രയും വരെ എന്നെ എത്തിച്ചതിന് എൻ്റെ അമ്മ മരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഒടേ തമ്പുരാൻ നോക്കുന്നു, എന്നെ ഒടേ തമ്പുരാനാണ് നോക്കണത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാടി കൂടി നന്ദി പറയുന്നു.